ഇവിടെ ഇതിന് കണവ റോസ്റ്റ് എന്ന് പറയും. നിങ്ങളവിടെ എന്താ പറയുന്നത് പറയാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യമേ പെരുംജീരകം, ഉണക്കമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഒനിയൻ ചേർത്തൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് തക്കാളി ഇടുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തത്. 1/2 സ്പൂൺ ഗരം മസാലയും പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് കുക്കറിൽ ഒരു 3 വിസിലടിച്ച് കണവ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ ഫൈനൽ സ്റ്റേജിലിട്ടാണ് ഇതിൽ അന്നേരം കുറച്ച് തക്കാളിയും കറിവേപ്പിലയും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും കുറച്ച് തേങ്ങാപ്പാൽ, 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഗരം മസാലയും കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുക. അവസാനമായിട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർക്കുക. നിങ്ങൾക്ക് കപ്പയുടെ കൂടെ യൂസ് ചെയ്യണമെങ്കിൽ കപ്പയുടെ കൂടെ എടുക്കുക, ചോറിൻ്റെ കൂടെ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ